അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന പറഞ്ഞാൽ നെയ്യപ്പമാണ്. നമ്മൾ അപ്പമാവൊക്കെ മേടിച്ചിട്ട് അധികം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത് ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് ഒന്നും പറയാനില്ല. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോലെ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടാലോ നമുക്ക്. അതിനായി നമുക്ക് വേണ്ടത് അപ്പമാവ് തന്നെയാണ്. അപ്പം ഞാൻ കുറച്ച് അപ്പമാവ് എടുത്ത് ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ആ മാവ് വരുന്ന പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് നമ്മൾ അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കര പാനിയാണ്. ഞാൻ കുറച്ച് ശർക്കര പാനി അരിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇളക്കിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കണം. അത് മാവും ശർക്കര പാനിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഇളകി നല്ല രീതിയിൽ ഒന്ന് യോജിച്ച് വരണം. എന്നിട്ട് നമുക്ക് വേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ലൂസായിട്ടിരിക്കുകയാണല്ലോ. ഇനി ഇവനെ ഒന്ന് കട്ട് ആക്കാൻ വേണ്ടി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് മൈദാപ്പൊടിയും കൂടി എടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു ചെറിയ കട്ടിയുള്ള ഈ ഒരു പരുവത്തിലാക്കി നമുക്ക് എടുക്കാം. എന്നിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നെയ്യാണ്. ഞാൻ ഏകദേശം ഒരു 50 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതി അതും കൂടെ ഒന്ന് ഇളക്കി നല്ല രീതി എല്ലാം നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം വേണ്ടതെന്ന് പറഞ്ഞാൽ 2 സ്പൂണ് ഞാൻ കറുത്ത എള്ളാണ് എടുക്കുന്നത്. എള്ള് ഇപ്പോൾ വെള്ള എള്ളായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കറുത്ത എള്ളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങ നമ്മൾ നെയ്ക്കകത്ത് വറുത്തതാണ്, തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നെയ്ക്കകത്ത് വറുത്തതാണ്. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി. ഇനി ഇതിനകത്തോട് ചേർക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സോഡാപ്പൊടിയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ഇപ്പം ഞാൻ കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉപ്പാണ്. പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് പിന്നീട് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല കാറ്റിൽ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പി വെച്ചിട്ട് കട്ടിയുള്ള ചട്ടി തന്നെ വെക്കാൻ നോക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് മുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്പൂണിനകത്ത് കോരി ഒഴിച്ചെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ചിട്ട് എടുക്കണം. ഇത് സംഭവം പൊങ്ങി വരും. ആ പൊങ്ങി വരുമ്പം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. പൊങ്ങി വരുമ്പോഴാണ് നമുക്കിത് അടിഭാഗം വെന്തെന്നുള്ള ഇത് വരുന്നത്. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ബ്രൗൺ കളറാക്കി നമുക്കൊന്ന് എടുക്കാം. നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിന് ടേസ്റ്റിന് ഒരു കുറവുണ്ടാവത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. കാര്യം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക. നല്ല കിടുക്കാച്ച സംഭവമാണ്. അപ്പോൾ ഇതേ കണക്കിന് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോലെ കൂട്ടുകാരെ. ഇതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കൂട്ടുകാരെ.